പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല. സ്റ്റിച്ച് ചെയ്യാൻ തോന്നുമ്പോൾ എനിക്ക് അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ കറണ്ട് ഇല്ലാത്തതൊന്നും പ്രശ്നമാക്കിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ എൻ്റെ മെറ്റീരിയൽ. ഇതൊരു ഹക്കോബ മെറ്റീരിയലാണ്. അതിൻ്റെ ലൈനിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ മെറ്റീരിയൽ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്റ്റിച്ച് ചെയ്യാനായിട്ടൊക്കെ ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ പഠിക്കണം. ഞാനിപ്പോൾ യൂട്യൂബ് നോക്കിയാണ് സ്റ്റിച്ചിങ് പഠിച്ചതെന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ ഞാൻ ഇപ്പോൾ എപ്പോഴും നമ്മൾ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കായി വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഇതുപോലൊരു പാറ്റേൺ കട്ട് ചെയ്ത് വെക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു ചാർട്ടിൽ മെറ്റീരിയലിൽ നമ്മൾ അളവെടുത്തിട്ട് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്ത് വെച്ചേക്കുക. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. നമ്മുടെ സ്ലിറ്റഡ് ടോപ്പാണെങ്കിൽ അതിൻ്റെ അത്രയും ഒരു ലെങ്ത്തിലാണ്, ഞാനിപ്പോൾ 20 എടുത്തേക്കുന്നത്, ആ ഒരു ലെങ്ത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ബാക്ക് പാർട്ട് മാത്രം ഞാൻ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് എപ്പോഴും റൗണ്ട് നെക്കാണല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല, ബാക്കിയുള്ള അളവുകളെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത്. നമ്മൾ പ്രത്യേകിച്ച് വണ്ണം വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ എല്ലാത്തിനും സെയിം അളവ് തന്നെയായിരിക്കുമല്ലോ. പിന്നെ വ്യത്യാസം വരുന്നത് നമ്മുടെ കൈയുടെ സ്ലീവിൻ്റെ ഡിസൈൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ സ്ലീവിനും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ആം ഹോളൊക്കെ മാർക്ക് ചെയ്തിട്ട് ലെങ്ത്തൊക്കെ ഏകദേശം വരുന്ന രീതിയിൽ ഞാൻ സ്ലീവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ കറണ്ടില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എത്രത്തോളം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ഇന്ന് വിചാരിക്കുന്നത് ഒരു എ ലൈൻ ടോപ്പ് ചെയ്യാമെന്നാണ്. ഇതുവരെ ഞാനൊരു എ ലൈൻ ടോപ്പ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ഞാനിപ്പോൾ ഇനി സ്പീഡിലിട്ടായിരിക്കും കേട്ടോ കാരണം അളവുകളെല്ലാം ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ കറക്റ്റ് ഈ അളവെടുത്തിട്ടൊക്കെ ചെയ്യുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. കം ഓൺ. ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ. സിംഗറിൻ്റെ ആണ്. ഇതിൻ്റെ വേറെ പരിപാടികളൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് നൂലിടുക, തയ്ക്കുക, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പഠിച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ട് ഞാൻ ഇത്രയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പണി എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെയാണ് നമ്മുടെ ബോബിൻ ഇരിക്കണത്. അപ്പോൾ ബോബിൻ എല്ലാവരും ഇങ്ങനെ അടിയിൽ കൂടെ കൈയിട്ട് ഇത് എങ്ങനെ എടുക്കണേ കാണാതെ എന്നൊക്കെ ഞാൻ ഫസ്റ്റ് തയ്ക്കാൻ പഠിക്കുന്നതിന് മുന്നേ ചിന്തിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോബിൻ. ഇതിൻ്റെ നൂല് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. പിന്നെ നമ്മൾ ഈ മേളിൽ നൂലിട്ട് കൊടുക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ ഗ്യാപ്പിൽ ആദ്യം നൂലിടും. പിന്നെ ഇങ്ങനെ കറങ്ങി വന്ന് ഇതിൻ്റെ ഉള്ളിലോട് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ മേളിൽ കൊണ്ടുവന്ന്
ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നേരെ ഇവിടെ വന്ന് സൂചിയുടെ അകത്ത് കയറ്റും. ഇതാണ് പരിപാടി. ഫസ്റ്റൊക്കെ ഇതെങ്ങനെയാണ് ഓർത്തിരിക്കണേ, ഇത് ഏതികിടയ്ക്കോ നൂലിടണേന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇത് ഈസിയാണ്, എന്തും നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സിമ്പിളാണെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ പരിപാടി ഇത് മാറ്റാന്നുള്ളതാണ് കേട്ടോ. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് ഇനി വേറെ ബോബിൻ കാലിയായിട്ടുള്ളത് എൻ്റെ ഇല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നൂല് ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് നൂല് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ച് ഇതിൽ കൊടുത്തിട്ട് ഇതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ നൂല് ഇതിലേക്ക് ചുറ്റി വരും. അങ്ങനെയാണ് പരിപാടി. പിന്നെ ഇതൂരി വീണ്ടും ഇതിലേക്കിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഉള്ളിക്കടെ ഇങ്ങനെ എടുത്ത് ഇതിവിടെ കൊണ്ടുവരണം. ഇതൊക്കെ തയ്യലറിയാവുന്നവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ ഇവിടെ കാണിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊക്കെ ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നറിയോ. ഈ ഗ്യാപ്പിലാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ ഈ ബോബിൻ എന്ന് പറയുന്ന സാധനം. ഇതിപ്പോൾ കണ്ണടച്ചാലും നമുക്ക് ഈ ഒരു സാധനം ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നേരെ ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ആ ഗ്യാപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു ഇതുണ്ടോ, ഇതിങ്ങനെ വലിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് കയറി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ ലോക്കായിട്ടിരിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ പരിപാടി. എന്നിട്ട് നമ്മളിതിങ്ങനെ അടയ്ക്കുന്നു. എന്നിട്ട് നൂലിട്ട് കഴിഞ്ഞിട്ട് ഈ നൂല് താഴെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കറങ്ങി താഴത്തെ നൂല് മുകളിലേക്ക് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടികൾ. ഇതൊക്കെ കുറച്ച് നാൾ പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് വരും കേട്ടോ. പിന്നെ അപ്പം ഞാൻ നൂല് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ട് ഇപ്പം എൻ്റെ ഏറ്റവും അധികം മാച്ചായിട്ടുള്ളൊരു നൂല് ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് ബോബിനിൽ സെറ്റ് ചെയ്ത് എല്ലാം ഒന്ന് റെഡി ആക്കട്ടെ. നമുക്ക് 2 സ്ഥലത്ത് നൂലിടാം, ഇവിടെ ഇടാം, വേണമെങ്കിൽ ഇവിടെ ഇടാം. പിന്നെ ഇങ്ങനെ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ, ഇങ്ങനെ ഓയിലിന് ഏരിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല സ്മൂത്താവും, അടിപൊളിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സിന് പറ്റിയ കളറിലെ നൂല് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകട്ടോ. ഈ ബോബിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് നൂലുണ്ട്, എന്നാലും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് ഇതിങ്ങനെ ഒരു 2 റൗണ്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ നൂല് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇത് കറക്കിക്കൊണ്ട് സാധാരണ നമ്മൾ മെഷീൻ ചവിട്ടും പോലെ ചവിട്ടണം കേട്ടോ. ഞങ്ങൾ താഴെ ചവിട്ടുന്നുണ്ട് മെഷീൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നൂല് കറങ്ങേണ്ട നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബോബിൻ്റെ അകത്തേക്ക് റൗണ്ടായിട്ട് നൂല് കറങ്ങി ഫില്ലാവുന്നുണ്ട്. നമ്മളപ്പോൾ ഈ കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ റൈറ്റ് സൈഡിലെ കൈ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യണം, എന്നാലാണ് ഈ ബോബിനിരിക്കുന്ന സാധനം ഇതിലേക്ക് ജോയിൻ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഫില്ല് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഫില്ലായിട്ടുണ്ട്, കാണിച്ചു തരാം. കണ്ടോ, ഇതിലിങ്ങനെ ഫില്ലായി. ഇനി ഇത് ബോബിനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ബോബിൻ കേസാണേ. നമ്മളിങ്ങനെ ഇടുന്നു. ഇവിടെ ഒരു വെട്ടുണ്ട് കാണാമോ, ഈ വെട്ടിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നേരെ താഴേക്ക് കൊണ്ടുവരണം. താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഈ ഗ്യാപ്പിലോട്ട് ഇങ്ങനെ കയറ്റണം. അപ്പോൾ ഇത് ബോബിൻ ഇതിലേക്ക് കേസിലേക്ക് ഇട്ടിട്ട് അടിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ നൂല് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ എല്ലാം സെറ്റ് ചെയ്യാം. ഇനി എടുത്തു. കറണ്ട് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ 2 കൈ വേണം ഇത് ചെയ്യാനായിട്ട്. ക്യാമറ പിടിച്ചുകൊണ്ട് എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് അത്ര ദൂരത്തിൽ ക്യാമറ വെച്ചേക്കുന്നത്. ഇങ്ങനെ എടുത്തു, ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു. ഇനി സൂചിയിൽ ഇടാൻ പോകട്ടെ. അപ്പോൾ ഞാൻ അതിലൊന്ന് തുറക്കുവാണേ, എനിക്ക് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. ഞാൻ നൂല് സൂചി മേളിലേക്ക് കൊണ്ടുവന്നിട്ട് നൂലിട്ടു. ഞാനിത് നൂലിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പതുക്കെ ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുവാണ്. അപ്പോൾ ഈ സൂചി താഴെ പോയിട്ട് താഴത്തെ നൂല് മേളിലേക്ക് കൊണ്ടുവരും. കണ്ടേ, മേളിലേക്ക് വന്നു. അപ്പോൾ താഴത്തെ നൂലും മേളത്തെ നൂലും അങ്ങനെ 2 നൂല് ഉണ്ട്. ഇതിന് നമ്മൾ അടിനൂലെന്നാണ് പറയണേ. മേളത്തതും പ്രത്യേകിച്ചൊന്നും പറയാറില്ല. അതായത് നമ്മളിങ്ങനെ നീട്ടിയിടും. എന്നിട്ടാണ് ഇനി സ്റ്റിച്ചിങ് തുടങ്ങണേ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ വെച്ചിട്ടാണ് തുണി ഇങ്ങനെ തയ്ക്കുന്നത്. അപ്പോൾ ഇത് ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടി ഈ ഒരു സാധനമുണ്ട്. ഇതിന് ഫൂട്ടെന്ന് കേട്ടോ പറയണേ. നമ്മൾ തയ്ക്കാൻ നേരത്തെ തുണി ഇവിടെയാണ് വെക്കണേ. അപ്പോൾ ഇതിങ്ങനെ പൊക്കവും താത്തവും ചെയ്യാം. കാരണം തുണി ഇവിടെ വെച്ചിട്ട് നമുക്കിത് ഫിറ്റായിട്ടിരിക്കണമല്ലോ. അതിന് നമ്മൾ ഇതാണ് കേട്ടോ യൂസ് ചെയ്യണേ. ഇത് താത്തുമ്പോൾ ഇത് താഴും, ഇത് പൊക്കുമ്പോൾ ഇത് പൊങ്ങും. അങ്ങനെ പിന്നെ ഇതിവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് ഉണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് കൂടെ മൂവ് ചെയ്യുമ്പോഴാണ് തുണി അങ്ങ് പോണത്. നമ്മൾ തുണി ഇവിടെ വെച്ച് ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചുമ്മാ ചവിട്ടിക്കൊണ്ടിരുന്നാലും തുണി തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പൊക്കോളും. അപ്പം അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഏകദേശം മെഷീൻ്റെ പരിപാടികളെല്ലാം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അപ്പം നമ്മുടെ മെഷീൻ ഇപ്പോൾ തയ്ക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നൂലിട്ടിട്ടുണ്ട്. ഈ നൂലിട്ടു, താഴെ നൂലിട്ടു, അങ്ങനെ 2 നൂല് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വെച്ചിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ ആദ്യം കൈയുടെ അറ്റം മടക്കി അടിക്കാൻ പോവാണ്. 2 മടക്കി അടിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ആദ്യം തയ്ക്കുമ്പോൾ കെട്ടിട്ട് കൊടുക്കണം. അതായത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഈ സൂചി ഒന്ന് പൊക്കി വീണ്ടും ഫ്രണ്ടിലോട്ട് കൊണ്ടുപോയിട്ടാട്ടോ അങ്ങനെ ചെയ്യണേ. ഇന്നേക്കാണ് തയ്ക്കണേന്നുള്ളത് കാണിക്കാന്നുള്ളൂ.
അങ്ങനെ നമ്മുടെ കൈയുടെ സൈഡ് അടിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണതേ ഈ ലൈനിങ്ങും ഈ പീസും കൂടി നമ്മൾ ജോയിൻ ചെയ്തെടുക്കും. നെക്ക് ജോയിൻ ചെയ്തെടുക്കും. അതിനുശേഷം 2 പീസും കൂടി ജോയിൻ ചെയ്യും. അത് കഴിഞ്ഞ് സ്ലീവ് അറ്റാച്ച് ചെയ്യും, പിന്നെ ഷേപ്പ് ചെയ്യും, സൈഡൊക്കെ അടിക്കും. ഇതാണ് പരിപാടി കേട്ടോ മെയിനായിട്ട്. അപ്പം ഞാനിത് 2 കൂടി ജോയിൻ ചെയ്യാൻ പോകാൻ കേട്ടോ. നമ്മളൊരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വെച്ചിട്ട് ആണ് ജോയിൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഓക്കെ, ഇത് സെറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. ആക്ച്വലി ഇത് ഞാനൊരു ലൈൻ ടോപ്പായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ തയ്ച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഫ്രോക്കായി മാറിയിട്ടുണ്ട്. ഞാൻ നെക്ക് നോർമൽ സ്ക്വയർ കൊടുത്തിട്ട് അതിൽ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. ചെറിയ കൈയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ആയതുകൊണ്ട് തന്നെ വള്ളി വേണമല്ലോ, അത് 2 സെറ്റ് ചെയ്തു. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇതുപോലെ കുറച്ച് ഫ്രിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മെത്തുണിയും കൂടി എടുത്തിട്ട് ഈ രീതിയിലേക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രോക്ക് ദേ റെഡി ആയിട്ടുണ്ട്. ബാക്ക് സൈഡ് സാധാ പോലെ തന്നെ ഇങ്ങനെ തന്നെ ബാക്കിലും കൊടുത്തിട്ടുണ്ട്.